പരിയാരം കണ്ണൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ക്യാമ്പസിനകത്ത് പുലിയെ കണ്ടതായി പരന്ന അഭ്യൂഹത്തെ തുടർന്ന് വനം വകുപ്പ് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി. ചൊവ്വാഴ്ച രാത്രി 7:30 ക്യാമ്പസിലെ ഔഷധി റോഡിൽ വെച്ച് ഒരു പെൺകുട്ടിയാണ് ആദ്യം പുലിയെന്ന് സംശയിക്കുന്ന ജീവി റോഡ് മുറിച്ചു കടക്കുന്നത് കണ്ടത്. പിന്നീട് രാത്രി 10 മണിയോടെ നഴ്സിംഗ് കോളേജ് ഹോസ്റ്റൽ പരിസരത്തും സമാനമായ രീതിയിൽ ജീവിയെ കണ്ടതായി വിവരമുയർന്നു. ഇതോടെ ക്യാമ്പസിലുണ്ടായിരുന്നവരും വിദ്യാർത്ഥികളും പരിഭ്രാന്തിയിലായി. വിവരമറിഞ്ഞ ഉടൻ തന്നെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തുകയും ക്യാമ്പസിലും ഹോസ്റ്റൽ പരിസരങ്ങളിലും വിശദമായ പരിശോധന നടത്തുകയും ചെയ്തു. ഈ ഒരു 100-300 ഏക്കർ ക്യാമ്പസാണ്. ഭൂരിഭാഗം പ്രദേശങ്ങളും കാടുമൂറി കിടക്കുന്നതാണ്. വലിയ മരങ്ങളുണ്ട്. ഏത് ജന്തുക്കൾക്കും താമസിക്കാൻ പറ്റാവുന്ന ഭാഗങ്ങൾ ഇതിൻ്റെ വിവിധ ഭാഗങ്ങളിലുണ്ട്. അതുകൊണ്ട് ഒന്നും നമുക്ക് ഒറ്റയടിക്ക് പുലിയല്ലാന്നോ പുലിയാണെന്നോ പറയാൻ കഴിയില്ല. തുടർന്ന് കൃത്യമായ രാത്രികാല പരിശോധന ഉൾപ്പെടെ നടത്തണമെന്നും ഇതിനാവശ്യമുള്ള ജാഗ്രത ഉണ്ടാക്കണമെന്നും വനം വകുപ്പിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അവരത് ചെയ്യാമെന്നാണ് ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി ബന്ധപ്പെട്ട മറ്റ് നടപടിക്രമങ്ങൾ ആരംഭിക്കണമെന്ന് വിവിധ സർക്കാർ ഏജൻസികൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. പെരിയാരം മെഡിക്കൽ കോളേജും കുറേയും കൂടെ ജാഗ്രതയോടുകൂടി ഇവിടെ പ്രവർത്തിക്കണം. എന്നാൽ മാത്രമേ നമുക്കിതിനെ കണ്ടെത്താൻ പറ്റൂ. ഏതായാലും ഏതൊരു ജന്തു രാത്രികാലത്ത് ഈ സ്ഥാപനത്തിനകത്തുണ്ട് എന്നത് വസ്തുതയാണ്. ബുധനാഴ്ച രാവിലെ വീണ്ടും വനം വകുപ്പ് ഉദ്യോഗസ്ഥരും പഞ്ചായത്ത് അധികൃതരും മെഡിക്കൽ കോളേജ് ജീവനക്കാരും സ്ഥലത്തെത്തി പരിശോധന നടത്തി. പ്രദേശത്ത് വനം വകുപ്പിന്റെ നിരീക്ഷണം ശക്തമായിട്ടുണ്ടെന്ന് തളിപ്പറമ്പ് റേഞ്ച് ഫോറസ്റ്റ് ഓഫീസർ PV സനോപകൃഷ്ണൻ പറഞ്ഞു. ഇന്നലെ കണ്ടു എന്ന് പറഞ്ഞ ആ ജീവനക്കാരിയെയും അതുപോലെ തന്നെ നാട്ടുകാരനെയും കണ്ട് നമ്മൾ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും പുലിയാവാനുള്ള സാധ്യത വളരെ കുറവാണ്. ഒരു 2 മാസം മുന്നേ ഇവിടെ മുടിക്കാനത്ത് വെച്ചൊരു കാട്ടുപൂച്ചയെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുപോലെ കാട്ടുപൂച്ചയോട് സമാനമായ ജീവിയായിരിക്കും. പുലിയാവാൻ സാധ്യത വളരെ കുറവാണ്. ഇപ്പോൾ കാൽപ്പാടൊക്കെ പരിശോധിച്ചപ്പോൾ ചെറിയ കാൽപ്പാടുകളാണ്. എന്നിരുന്നാലും ജനങ്ങൾക്ക് വേണ്ട ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഹോസ്റ്റൽ ജീവനക്കാരോടും എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഇന്ന് രാത്രി നമ്മളൊരു ചെറിയ നൈറ്റ് പെട്രോളിംഗ് ഈ ഭാഗത്ത് നടത്തുന്നുണ്ട്. എന്തെങ്കിലും കണ്ടാൽ അറിയിക്കുവാൻ നമ്പർ എല്ലാവർക്കും കൊടുത്തിട്ടുണ്ട്. ജനങ്ങൾക്ക് പരിഭ്രാന്തി വേണ്ട എന്നുള്ളതാണ് വനംവകുപ്പിൻ്റെ ഭാഗത്തുനിന്നുള്ള നിഗമനം. അന്വേഷണത്തിൽ കാട്ടുപൂച്ചയാണെന്ന നിഗമനത്തിലാണുള്ളതെന്ന് വനം വകുപ്പ് അധികൃതർ പറഞ്ഞു. ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ലെന്നും എന്നാൽ ജാഗ്രത പാലിക്കണമെന്നും അധികൃതർ അറിയിച്ചു. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.